വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ് ഇന്ന് വന്നിരിക്കുന്നത്. ജുഡീഷ്യറി എന്നുള്ള ചാപ്റ്റർ, സിവിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ജുഡീഷ്യറി എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് എന്തായാലും ഒരു 12 ഓർ മോർ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മക്കളെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്ലാസ് കാണണം. ഓക്കെ, നമ്മൾ എന്തായാലും വിതിൻ 10 minutes നമുക്ക് ക്ലാസ് ഫിനിഷ് ചെയ്യാം. അത്രയും ടൈം മക്കളെല്ലാവരും കാണുക. അതിനുശേഷം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്കൊരു MCQ നോക്കാം അല്ലേ, അതായിരിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഫസ്റ്റ് MCQ ആണ്, വിച്ച് കോർട്ട് ഈസ് ദ അപ്പെക്സ് ലെവൽ കോർട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വിച്ച് കോർട്ട് ഈസ് അറ്റ് അപ്പെക്സ് ലെവൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോർട്ട് ആണോ, അല്ലെങ്കിൽ ലോവർ കോർട്ട് ആണോ, ഡിസ്ട്രിക്ട് കോർട്ട് ആണോ, സുപ്രീം കോർട്ട് ആണോ? വിച്ച് കോർട്ട് ഈസ് അറ്റ് അപ്പെക്സ് ലെവൽ കോർട്ട്? ഹൈക്കോർട്ട് ആണോ, അപ്പെക്സ് ലെവൽ അല്ല, ഏതാണ് മക്കളെ? യെസ്, സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടാണ് അപ്പെക്സ് ലെവൽ കോർട്ട് എന്നറിയപ്പെടുന്നത്. ഏതാണ് മക്കളെ? യെസ്, അത് സുപ്രീം കോർട്ടാണ്. നമുക്ക് കാണാൻ പറ്റൂട്ടാ. ഓക്കെ, സുപ്രീം കോർട്ടാണ് എന്ത്? യെസ്, അപ്പെക്സ് ലെവൽ കോർട്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? കാണാൻ പറ്റും. ഓക്കെ, സുപ്രീം കോർട്ട് ഈസ് അപ്പെക്സ് ലെവൽ ഓഫ് കോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്കൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഓക്കെ, ഹൗ ഇസ് ദ വർക്ക് ഓഫ് ദ ജുഡീഷ്യറി കാറ്റഗറൈസ്ഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജുഡീഷ്യറിയുടെ വർക്ക് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡിസ്പ്യൂട്ട്സ് റെസൊല്യൂഷനും ജുഡീഷ്യൽ റിവ്യൂവും അപ്പോൾ തന്നെ അപ്ഹോൾഡിംഗ് ദ ലോ ആൻഡ് എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്, ഇങ്ങനെ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജുഡീഷ്യറിയുടെ എന്താ പറയുക വർക്ക്സ് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേ ഇസ് ദ സുപ്രീം കോർട്ട് ദ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്? എങ്ങനെയാണ് സുപ്രീം കോർട്ട് ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ആവുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സുപ്രീം കോർട്ടാണ് ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് പീപ്പിൾസിന് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സുപ്രീം കോർട്ടിനാണ്. അപ്പോൾ അതിന് ഏതൊരു പേഴ്സൺസിനും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിനൈ ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വന്നാൽ, വയലേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വന്നാൽ എവിടെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? കോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. റിട്ട് റൈറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ക്യാൻ വി സേ ദാറ്റ് ദ ഇന്ത്യൻ ജുഡീഷ്യറി ഈസ് ഇൻഡിപെൻഡന്റ് എന്നുള്ളതാണ്. ഇന്ത്യൻ ജുഡീഷ്യറി എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ്? നമ്മൾ പറയുമല്ലോ ഇന്ത്യൻ ജുഡീഷ്യറി ഈസ് ആൻ ഇൻഡിപെൻഡന്റ് അതോറിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെയാണ് പവർ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്നിങ്ങനെ ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെയാണ് പവർ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ഓർഗനും മറ്റൊരു ഓർഗൻസിന് എന്ത് ചെയ്യുന്നില്ല, ഇന്റർഫിയർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ദ അതർ ബ്രാഞ്ച് ഓഫ് ദ ഗവൺമെന്റ് ലൈക്ക് ലെജിസ്ലേച്ചർ ആൻഡ് ദ എക്സിക്യൂട്ടീവ് cannot interfere the works of the judiciary. The court are not under the government and do not act on their behalf. അതായത് എന്തല്ല, കോർട്ട് അല്ലെങ്കിൽ ജുഡീഷ്യറി എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നല്ല, ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നല്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വർക്ക് ചെയ്യുന്നല്ല, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ലെജിസ്ലേച്ചറിന്റെ ഒരു കൈൻഡ് ഓഫ് ഇന്റർഫിയറും എന്തിൽ നമുക്ക് കാണാൻ പറ്റില്ല, ജുഡീഷ്യറിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ദാറ്റ്സ് വൈ വി ക്യാൻ കോൾ ജുഡീഷ്യറി ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്തിനാണ് സാറേ അങ്ങനെ ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആയിട്ട് ജുഡീഷ്യറിയെ എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കൈൻഡ് ഓഫ് ഈ പറയുന്ന ജുഡീഷ്യറിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ കോർട്ടിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു ജഡ്ജ്മെന്റിലും ഒരു കൈൻഡ് ഓഫ് പാർഷ്യാലിറ്റിയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആയിട്ട് എന്തിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ജുഡീഷ്യറി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഹാസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എക്സ്പ്ലെയിൻ. ഇന്ത്യക്ക് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റമാണുള്ളത് എന്നാണ് പറയുന്നത്. ശരിയാണോ അല്ലേ നമുക്ക് നോക്കണം അല്ലേ. നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്. നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അപ്പീലേറ്റ് സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പോൾ ലോവർ കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് നമ്മൾ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വേർഡിക്റ്റ് അല്ല അതിലുള്ളതെങ്കിൽ നമുക്ക് അപ്പർ കോർട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പീൽ ചെയ്യാൻ പറ്റും. അപ്പർ കോർട്ടിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഇതിനാണ് നമ്മൾ ഈ അപ്പീലേറ്റ് റൈറ്റ് എന്ന് പറയുന്നത്, അപ്പീലേറ്റ് പവേഴ്സ് അല്ലെങ്കിൽ അപ്പീലേറ്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ടല്ലേ അപ്പീലേറ്റ് സിസ്റ്റം വരുന്നത്. ഇപ്പോൾ ലോവർ കോർട്ട് എന്താ പറയുക, ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ്, അപ്പർ കോർട്ട് സെപ്പറേറ്റ് യൂണിറ്റ്സ് ആണെങ്കിൽ അവിടെ എന്തില്ല, ഈ പറയുന്ന അപ്പീലേറ്റ് സിസ്റ്റം ഉണ്ടോ? ഇല്ല. അപ്പോൾ ലോവർ കോർട്ടിൽ നിന്നും ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്നും ഹൈക്കോർട്ടിൽ നിന്നും സുപ്രീം കോർട്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പീലേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ പവർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇൻ ഇന്ത്യ വി ഹാവ് ആൻ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം, മീനിങ് ദാറ്റ് ദ ഡിസിഷൻ made by higher courts are binding on the lower courts. Another way to understand this integration is through the appellate system that exists in India. This means that a person can appeal to higher court if they believe that the judgment passed by the lower court is not just. അപ്പോൾ ലോവർ കോർട്ടിന്റെ ജസ്റ്റിസ് അല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെന്റ് റോങ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു പേഴ്സൺസിനും ഹയർ കോർട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പീൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്, ഇന്ത്യയിലുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ക്രിമിനൽ ലോ ആൻഡ് സിവിൽ ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിവിൽ ലോവും ക്രിമിനൽ ലോവും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിമിനൽ ലോ ആൻഡ് സിവിൽ ലോ നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് തെഫ്റ്റ്, മർഡർ, ദെൻ ഹരാസിംഗ് ഓഫ് വിമൻ ഫോർ ദ ബ്രിങ് ടു മോർ ഡൗറി. ഈ കേസൊക്കെ എന്തിൽ വരുന്നതാണ്? ക്രിമിനൽ ലോസിന് അണ്ടറിൽ വരുന്നതാണ്. ഇനി സിവിൽ ലോസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ റെന്റ് മാറ്റേഴ്സ്, ഡൈവേഴ്സ് കേസസ്, ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് ലാൻഡ്, ഇങ്ങനെയുള്ള കേസൊക്കെ എന്തിൽ വരുന്നതാണ്? സിവിൽ ലോയിൽ വരുന്നതാണ്. അപ്പോൾ ക്രിമിനൽ ലോ എന്ന് പറയുമ്പോൾ മർഡർ, തെഫ്റ്റ്, ഹരാസിംഗ് ഓഫ് വിമൺ ഒക്കെ എന്തിൽ വരുന്നതാണ്? ക്രിമിനൽ ലോയിൽ വരുന്നതാണ്. സിവിൽ ലോയിൽ വരുന്നതാണെങ്കിലോ ലാൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഡൈവേഴ്സ് കേസസ്, ഇതൊക്കെ പർച്ചേസിംഗ് ഓഫ് ഗുഡ്സ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? സിവിൽ ലോസിലും വരുന്നതാണ്. കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ് FIR ഇട്ടുകൊണ്ടാണ് ഈ പറയുന്ന ക്രിമിനൽ ലോസിന് അണ്ടറിൽ വരുന്ന കേസസ് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി സിവിൽ ലോസിന് അണ്ടറിൽ വരുന്നതാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എ പെറ്റീഷൻ ഹാസ് ടു ബി ഫൈൽഡ് ബിഫോർ ദ റിലവന്റ് കോർട്ട് ബൈ ദ അഫക്റ്റഡ് പാർട്ടി ഓൺലി ഇൻ എ റെന്റ് മാറ്റർ എയ്തർ ദ ലാൻഡ് ലോഡ്സ് ഓർ ടെനൻസ് ക്യാൻ ഫയൽ ഈ കേസ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണ്? ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ റെന്റ് മാറ്റർ ഒക്കെ ആണെങ്കിൽ ലാൻഡ് ലോഡ്സിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈക്ക് ടെനൻസിനോ എന്ത് ചെയ്യാൻ പറ്റും? കേസ് ഫയൽ ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഡിഫറൻസ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു ക്രിമിനൽ ലോയിലാണെങ്കിൽ ഒരു പേഴ്സൺ ഗിൽറ്റി ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഫൗണ്ട് ഗിൽറ്റി, ദ അക്യൂസ്ഡ് ക്യാൻ ബി സെൻഡ് ടു ജയിൽ ആൻഡ് ഓൾസോ ഫൈൻഡ്. നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരാൾ എന്താ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ജയിലിലേക്ക് അയക്കും. അയാൾക്ക് പണിഷ്മെന്റും ഫൈനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കൊടുക്കും. ഇനി സിവിൽ ലോസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണോ ഈ പറയുന്ന ടെനൻസും ലാൻഡ് ലോഡ്സുമാണ് പ്രശ്നമെങ്കിൽ എന്താണോ എത്രയാണോ ബാക്കി പെൻഡിങ് റെന്റ് അത് പേ ചെയ്തുകൊണ്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും നോക്കുക എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിവിൽ ലോ ആൻഡ് ക്രിമിനൽ ലോയിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ കൂടി. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ മക്കൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്കുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. വെൻ ഇന്ത്യ ഡിഡ് ബിക്കം റിപ്പബ്ലിക്, ഇന്ത്യ എപ്പോഴാണ് റിപ്പബ്ലിക് ആയത് എന്നുള്ളതാണ്. 1950 ആണോ, 76 ആണോ, 65 ആണോ, 47 ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ഇൻഫോം ചെയ്യണം. കൂടാതെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയോ, ക്ലിയർ ആയോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ഇൻഫോം ചെയ്യണം. ഞാൻ പറഞ്ഞു വിതിൻ 10 മിനിറ്റ്സ് അല്ല, നമ്മൾ വിതിൻ 8 മിനിറ്റ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസിലൂടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും നമ്പർ ഓഫ് ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ എൻ്റയർ ടീമും നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം മക്കളെ. അപ്പോൾ താങ്ക് യു. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.